നല്ല പഴുത്ത പപ്പങ്ങ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ തീരുമാനിച്ചു. ഇത് സൺഡേ ആയിട്ട് ഞാൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ അടിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. കുറേ നാളെ യൂട്യൂബിൽ കാണുന്നു. നേരെ നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കുറച്ചും കൂടി പാലും കൂടി ചേർന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. തുടർന്ന് നമ്മൾ പപ്പങ്ങ, നല്ല പഴുത്ത അടിപൊളി പപ്പങ്ങ, നാടൻ പപ്പങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചു. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തു. പഞ്ചസാര ഞാൻ വളരെ കുറച്ചാണ് ചേർത്തത്. പിന്നീട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി കൂട്ടിച്ചേർത്ത് 2 തരത്തിലെടുത്തായിരുന്നു. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് കുറച്ചും കൂടി തണുത്ത പാലും കൂടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി മിക്സിയിൽ നമ്മൾ എന്നും പറഞ്ഞ് നമ്മൾ അരച്ചെടുത്തു എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു. തുടർന്ന് നമ്മൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് കരുതി 2 10 രൂപയുടെ ഐസ്ക്രീമും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് അതും കൂടിയായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തു. അപ്പോഴേക്കും കണ്ണൂർ കോക്ടെയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ സംഭവം വേറെ ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്കൊരു സത്യത്തിൽ ഈ വീട്ടിൽ നിസാര ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കുഞ്ഞൂസിനും ഇഷ്ടമായി, അപ്പൂസിനും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, ഭാര്യയ്ക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ സൺഡേ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ.